പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽക്കാലം നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ആയിരിക്കാം. അല്പസമയത്തെ ഒരു ദൈവവചന ചിന്തനത്തിനായി നിങ്ങളുടെയൊക്കെ ശ്രദ്ധയെ ഞാൻ ഒരു തിരുവചനത്തിലേക്ക് ഒന്ന് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ചിന്തിക്കാനിടയാകട്ടെ. ഫിലിപ്പിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായൊരു വേദഭാഗമാണ് നാം വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുള്ളൊരു വാക്യവും അനവധി ദൂതുകൾ ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ഇവിടെ ഞാൻ ഇന്ന് ഈ പകൽക്കാലം 2 പ്രധാനപ്പെട്ട മനസ്സിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിചാരപ്പെടുന്ന മനസ്സ്. 2, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്ത മനസ്സ്. എ വറീഡ് മൈൻഡ് വേഴ്സസ് എ സെക്വേർഡ് മൈൻഡ്. എ വറീഡ് മൈൻഡ് ആൻഡ് എ സെക്വേർഡ് മൈൻഡ്. പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന മനസ്സ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്ത മനസ്സ്. ഈ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലോകത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും പറയും, എനിക്ക് പലതിനെക്കുറിച്ച് വിചാരമുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പല വിധത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വിചാരപ്പെടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള ഭാവി എന്തായിത്തീരുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, യൗവനക്കാരെ സംബന്ധിച്ച് മുന്നോട്ടുള്ളവരുടെ കരിയർ, മുന്നോട്ടുള്ളവരുടെ ഭാവി എന്തായിത്തീരുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. ഈ ദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നവർ ഇനി എങ്ങനെ ഈ ദേശത്തൊരു ജോലി ലഭ്യമായി മുന്നോട്ട് പോകുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. കുടുംബതലത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ മക്കളെ ചൊല്ലി വിചാരപ്പെടുന്നവരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കൾ എങ്ങനെ അവർ മുന്നോട്ട് ജീവിക്കുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ ഞങ്ങൾക്കൊരു തലമുറ എങ്ങനെ ഉണ്ടാകും, ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകുമെന്ന് വിചാരപ്പെടുന്നുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും വിചാരപ്പെടുന്ന വിഷയങ്ങളാണെങ്കിൽ കൂടിയും ചില മനുഷ്യർ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നവരുണ്ട്. എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കുമെന്ന് വിചാരപ്പെടുന്നവരുണ്ട്. എന്നെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന് വിചാരപ്പെടുന്നവരുണ്ട്. എന്ന് വേണ്ട, നമ്മൾ പല കാര്യങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിചാരപ്പെടുന്നവരാണ്. വി ആർ ബീൻ വെരി ആങ്ഷ്യസ്. അപ്പോൾ ഈ വിചാരിക്കുക ഒരു ബുദ്ധിയും അല്ലെങ്കിൽ ബുദ്ധിയോടൊപ്പമുള്ള ഒരു ചിന്തയും അങ്ങനെയുള്ളതിനെ വിചാരമെന്ന് വിളിക്കേണ്ട. ഇംഗ്ലീഷിൽ അത് കൃത്യമായി കൊടുത്തേക്കുന്നത് ആങ്ഷ്യസ്. പലതിനെ ചൊല്ലി നമ്മൾ ആകുലപ്പെടുകയാണ്. സോ നമുക്കെല്ലാ കാര്യത്തിനും വേണ്ടി വിചാരം വേണം. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു തികഞ്ഞ ബോധ്യം, അറിവ്, ചില ബോധ്യങ്ങൾ, വീണ്ടും വിചാരമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ വേദഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. ഇത് ആകുലപ്പെടുന്നൊരു മനസ്സ് അല്ലെങ്കിൽ ആങ്ഷ്യസ് ആകുന്ന ഒരു മനസ്സിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ ഇത് ഓർപ്പിക്കാനുള്ള കാരണം, ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണെന്നുള്ളത് കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരാഗൃഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി പറയുന്ന പദമാണ് നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന സഭയോട് പറയുക ഒന്നിനെക്കുറിച്ചും എന്നാൽ വിചാരപ്പെടാൻ ഏറ്റവും കൂടുതൽ വകയുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം.
കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഇനി എന്താകും, മുന്നോട്ടുള്ള ജീവിതം എന്തായി, തൻ്റെ അവസാന കാലഘട്ടമാണ് എത്തി നിൽക്കുന്നത്, ഇനി ഒരു രക്ഷപ്പെടൽ തനിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല, അത്രമാത്രം വളരെ മുന്നിൽ ജീവൻ തന്നെ അപകടത്തിലായി തക്ക നിലയിലുള്ള ഒരവസ്ഥയിലായിരിക്കുന്ന പൗലോസ്, അല്ലെങ്കിൽ ഒരു തടങ്കലിൽ പാർക്കുന്ന പൗലോസ് താൻ മറ്റുള്ളവരോട് പറയാ, നിങ്ങൾ വിചാരപ്പെടും. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയാണ് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. ഇവിടെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും പൗലോസിന് പറയാനുള്ളത് വിചാരപ്പെടേണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതൊരു ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഇനിയും ഞാൻ മറ്റൊരാളോട് ആശ്വാസം പറയാമെന്ന് കരുതിയാൽ തെറ്റി. നമ്മൾ പ്രശ്നത്തിൽ കിടക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം എന്തായിരിക്കണം? എനിക്കൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒരുപക്ഷെ ഈ ദേശത്ത് കടന്നു വന്നിട്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങളൊന്നും ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ വ്യാകുലപ്പെടാനായിട്ടല്ല പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഡോണ്ട് ബി ആങ്ഷ്യസ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. വിചാരപ്പെടാനുള്ള വസ്തുതകളൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോടെങ്കിലും പറയുന്നത്, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വുഡ് ബി അനദർ കാറ്റഗറി ഓഫ് പേഴ്സൺസ് ഓർ പീപ്പിൾ whom we be called as people who are more anxious. വിചാരപ്പെടുന്നവർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ let us just examine or let us just go further how we can be avoid such kind of anxious situation. നമ്മുടെ മുന്നിലുള്ള വിചാരപ്പെടേണ്ടതായ വിഷയങ്ങളെ എങ്ങനെ മറികടക്കാനായിട്ട് കഴിയും? 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ how we can be a people or a person of a secured mind, or else how we can avoid our situation of weariness. നമുക്ക് ഭാരപ്പെടുത്തുന്ന വ്യാകുലപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെ? ഒന്നാമത്തെ കാര്യം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പക്ഷെങ്കിൽ എല്ലാറ്റിലും പ്രാർത്ഥന. Praise the Lord. So the first thing that we can do to not be anxious, വിചാരപ്പെടാതിരിക്കാൻ, ആകുലപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല മരുന്ന്, ഏറ്റവും നല്ല കാര്യം പ്രാർത്ഥന തന്നെയാണ്. Praise the Lord. ഹല്ലേലൂയ. പലപ്പോഴും പലരും എന്നെ ഓരോ പല കാര്യങ്ങൾ വിഷയങ്ങൾ, അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെയോ അല്ലാതെ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ പറയുമ്പോൾ ഞാൻ ആകെ അവർക്ക് ആശ്വാസം പറയാൻ പറ്റുന്ന എൻ്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കാം. അത് വെറുതെ ഒരു രസത്തിന് പറയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ പല വിഷയത്തിനും പരിഹാരമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അതിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വലിയ പരമ്പര തന്നെ ഞായറാഴ്ചകളിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്ലി എ ഫാക്ട് ദാറ്റ് an anxious mind can be overcome, or a person to be have a secured mind, he should have a prayerful life or a praying life. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വ്യാകുലപ്പെടുന്ന സാഹചര്യങ്ങൾ മുന്നിൽ വന്നാലും അതിൽ വിചാരപ്പെട്ട്, അതിൽ നിരാശപ്പെട്ട്, അതിൽ വേദനിച്ചിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതല്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ വ്യക്തി ഒരിക്കലും വിചാരപ്പെട്ട്, നിരാശപ്പെട്ട്, വ്യാകുലപ്പെട്ട് പോകുന്നില്ല. മുമ്പൊരിക്കൽ ഞാൻ ഓർപ്പിച്ചൊരു ദൂതുണ്ട്, ഒരു പ്രസംഗമുണ്ട്. 2 പേര് വീട് പണിയാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ അനുഭവം. ഒരാൾ പാറമേൽ വീട് പണിതു, മറ്റേയാൾ എവിടെ വീട് പണിത്? നല്ല ഒരു സാധാരണ മണലിൽ വീട് പണിതു. 2 പേരും വീട് പണിതു. 2 പേർക്കും സാഹചര്യങ്ങൾ ഒരുപോലെയാണ്. അപ്പോൾ ഒരാൾ പാറമേൽ വീട് പണിത ആളിൻ്റെ മേലും വൻമഴ ചൊരിഞ്ഞു,
കാറ്റടിച്ചു, അതെല്ലാം ഈ പാറമേൽ വീട് പണിത ആൾക്കും ഉണ്ടായിട്ടുണ്ട്. മണലിന്മേൽ വീട് പണിതയാക്കും വൻമഴ അദ്ദേഹത്തിൻ്റെ മുകളിലും വന്നു. അദ്ദേഹത്തിൻ്റെ വീടിനെയും തകർക്കാനായിട്ട് തക്ക നിലയിൽ അത് വളരെ ശക്തമായി വന്നു. എന്നാൽ അവിടെ രണ്ടുപേരുടെയും വിഷയത്തിൽ ഉണ്ടായ പരിണിത ഫലം, പാറമേൽ വീട് പണിത ആക്ക് ദൈവം അവിടെ ഒരു വലിയ സുരക്ഷിതത്വം തനിക്ക് തന്നെ ഉണ്ടാകാനായിട്ട് കഴിഞ്ഞു. കാരണം എന്താണ്? തൻ്റെ വീട് പാറമേലാണ് ഇരിക്കുന്നത്. എന്നതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു പോരാട്ടം ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയും തീർച്ചയായിട്ടും പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ദുഃഖങ്ങളും പ്രതിസന്ധികളുമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തി വ്യാകുലപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി വിചാരപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നിമിത്തമായി താൻ കുഴഞ്ഞു വാടി പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല, തൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നില്ല, താൻ അഗാധത്തിൽ നിരാശയിലേക്ക് ആണ്ടുപോകുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി അതിനെയെല്ലാം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യും. അപ്പോൾ ഓർക്കുക, ഏതെങ്കിലും നിലയിൽ നമുക്ക് നമ്മുടെ വിഷയത്തിൻ്റെ മുന്നിൽ നമ്മൾ നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ട് നമ്മളാകെ ക്ഷീണിച്ച് അസുഖം പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓർക്കുക, വി ആർ നോട്ട് പ്രേയിങ്, പ്രാർത്ഥിച്ചില്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനകത്തൊരു വിചാരപ്പെടാനുള്ള എലമെൻ്റ് അങ്ങ് എടുത്തു മാറ്റുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അതിന് പരിഹാരം വന്നില്ലെങ്കിലും വ്യാകുലപ്പെടുന്ന സാഹചര്യം അങ്ങ് ഇല്ലാതെയാവും. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഓർപ്പിച്ച ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചേർത്ത് പറയട്ടെ. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിലും ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ബട്ട് എവറിത്തിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നത്. 1 സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് മേക്കിംഗ് തിങ്സ് നോൺ ടു ഗോഡ്. 1 അപേക്ഷയാൽ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചിന്ത ലോകത്തിലുള്ള പലരോട് നമ്മൾ അപേക്ഷിക്കുക, പറയുക, അവരോട് ഏറ്റുപറയുക, അവരോട് പറഞ്ഞ് അതിനകത്ത് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ there should be a supplication. നമ്മൾ ദൈവം മുമ്പാകെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, നമ്മുടെയൊക്കെ പ്രാർത്ഥന കേട്ടാൽ ഓർക്കും, ദൈവം ഏതോ മുറുകെ പിടിച്ചിരിക്കുന്ന സാധനം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു മൽപ്പിടുത്തം പോലെയാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലേ? നമ്മൾ പലപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് എന്തോ ആരോ അപഹരിച്ച് വെച്ചിരിക്കുന്ന സാധനം തട്ടിപ്പറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്തെടുക്കുന്ന അല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് വി ആർ പ്ലീഡിങ് ടു ഗോഡ്. അപേക്ഷിക്കുകയാണ്, ദൈവം മുമ്പാകെ കണ്ണീരോടെ പറയുകയാണ്, കണ്ണീരോടെ അപേക്ഷിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമേ. കർത്താവേ, ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. അതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ട് ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ പ്രാർത്ഥനയ്ക്കകത്ത് there should be a element of thanksgiving. പലപ്പോഴും നമുക്കതില്ല. നമ്മൾ ഒരു വൺ വേ ട്രാക്കാണ് നമ്മുടെ പ്രാർത്ഥന. കർത്താവെ, ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ കിട്ടിയതിന് യാതൊരു നന്ദിയും ദൈവം മുമ്പാകെ പലപ്പോഴും പറയാറില്ല. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ അപേക്ഷിക്കുമ്പോൾ തന്നെ സ്തോത്രത്തോടെ. എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇത് തന്നില്ലെങ്കിൽ കൂടി ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ്. എൻ്റെ വിഷയത്തിനൊരു പരിഹാരം ഞാൻ പറഞ്ഞതുപോലെ വന്നില്ലെങ്കിലും ഐ ആം റെഡി ടു താങ്ക് യു. ഞാൻ ദൈവം മുമ്പാകെ നന്ദിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ മുന്നിൽ വെളിവായി വന്നില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കിയാൽ നന്ദി, ഇത് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കിയാൽ നന്ദി. പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളറിൻ്റെ ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പ്രാർത്ഥനാ വീരൻ ജോർജ് മുള്ളർ എന്ന് പറയുന്ന മിഷണറി വീരനെ ക്രിസ്തീയ സമൂഹം അറിയപ്പെടുന്നത് എ പ്രേയിങ് മാൻ, എ പ്രേയിങ് വാരിയർ. പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളർ തന്നെയാണ് അറിയപ്പെടുന്നത്. ജോർജ് മുള്ളർ പല കാര്യങ്ങളിലും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നെങ്കിലും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹി വാസ് വെരി ഫേമസ് ഫോർ, അദ്ദേഹം ഒരു വലിയ ഓർഫനേജ് നടത്തുന്ന വ്യക്തിയായിരുന്നു. ഓർഫനേജ്, അനാഥരായ കുഞ്ഞുങ്ങൾ വന്ന് അവരെ ഏറ്റെടുത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കി അത് നടത്തുന്ന വ്യക്തിയായിരുന്നു ജോർജ് മുള്ളർ. ഹി വാസ് എ person who run an organization or run an orphanage for many children, those who have been orphaned. അപ്പോൾ ഈ ഒരു ഓർഫനേജ് ധാരാളം നൂറുകണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. So it was an mission organization, and he has by God's grace, with the help of various agencies and fund, maybe the personalities and the people who are ready to contribute and gift to George Muller. അങ്ങനെ ജോർജ് മുള്ളർ നടത്തിക്കൊണ്ട് വന്ന സ്ഥാപനമാണ്. ഹി ഈസ് നോട്ട് ഹാവിങ് എ ലോട്ട് ഓഫ് മണി ടു ഹാൻഡിൽ ഓൾ ദിസ് തിങ്സ്. ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ചെലവുകൾ വഹിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുള്ള വ്യക്തി ആയിരുന്നില്ല ഈ ജോർജ് മുള്ളർ. അപ്പോൾ ജോർജ് മുള്ളർ വളരെ നിസ്വാർത്ഥമായി ആളുകൾ കൊടുക്കുന്ന സംഭാവനകൾ കൊണ്ടൊക്കെ നടത്തിക്കൊണ്ട് വന്ന ഓർഫനേജ്, നൂറുകണക്കിന് ആളുകൾ, കുട്ടികൾ ആ ഓർഫനേജിലുണ്ട്. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി അല്ലെങ്കിൽ ജോർജ് മുള്ളറിന് രാവിലെ തൻ്റെ ഓർഫനേജിലുള്ള നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് ആഹാരമില്ലാതെ ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ ഒരു സംഗതി പോലും അവരുടെ കയ്യിലില്ല. സോ ഈ ജോർജ് മുള്ളർ വളരെ ഭാരത്തോടെ, നിരാശയോടെ തൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന്, കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രാവിലെ പ്രഭാതത്തിൽ കഴിക്കാനുള്ള ഭക്ഷണമില്ലല്ലോ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി തരണമേ എന്ന് ദൈവസ്ഥലം ഒരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തനിക്കൊരു ബലം നൽകി. ദൈവത്തിന് മുമ്പാകെ ബലം പ്രാപിച്ചിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഡൈനിങ് ഹാളിലേക്ക് വിളിപ്പിച്ചു. എല്ലാവരും ഒന്ന് ഡൈനിങ് ഹാളിൽ ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരോട് സാധാരണ പതിവായി ചെയ്യുന്നത് പോലെ അവരവരുടെ പ്ലേറ്റുകളെല്ലാം എടുത്തിട്ട് അവരിങ്ങനെ ഡൈനിങ് ഹാളിൽ വരിവരിയായിട്ട് വന്ന് അവരുടെ സീറ്റുകളിൽ നിരന്നിരിക്കുക. എന്നിട്ട് സാധാരണ പതിവ് പോലെ ജോർജ് മുള്ളർ ആഹാരം കൊടുക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാവരും ആഹാരത്തിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്. നാമും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിട്ട് ജോർജ് മുള്ളർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി, ജോർജ് മുള്ളർ എന്താ ഈ പറയുന്നത്? കാലി പ്ലേറ്റാണ്, പ്ലേറ്റിന് മുമ്പിൽ ഒന്നും വെച്ചിട്ടില്ലല്ലോ, ഒന്നും വരാതെ എങ്ങനെയാണ് ഇന്ന് ഞങ്ങൾക്ക് ദൈവം തന്ന ആഹാരത്തിനായിട്ട് നന്ദി പറയേണ്ടതെന്ന് ചിലർ സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, സംശയിക്കേണ്ട, നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് ദൈവം നമുക്ക് നൽകിയ ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരും, കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ പ്രൈസ് ദി ലോർഡ് ഈ ആഹാരത്തിനായി നന്ദി എന്ന് പറഞ്ഞിട്ട് ദൈവസ്ഥൽ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് അവർ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? ഇത് സംഭവിച്ചൊരു സംഭവമാണ്, വെറും കഥയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാമേൻ പറഞ്ഞപ്പോൾ തൻ്റെ ഓർഫനേജിൻ്റെ മെയിൻ ഡോറിൻ്റെ അടുത്ത് വന്ന് ആരോ തന്നെ അന്വേഷിച്ചുകൊണ്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. ജോർജ് മുള്ളറിനോട് പറഞ്ഞു, ആരോ തന്നെ കാണാനായിട്ട് ഇവിടെ നമ്മുടെ ഓർഫനേജിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ വാതിക്കൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ജോർജ് മുള്ളർ പെട്ടെന്ന് തന്നെ ആ വാതിക്കൽ നിന്ന് നോക്കിയപ്പോൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. ചോദിച്ചു, കാര്യം തിരക്കി, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ എല്ലാ കടകളിലും കൊണ്ടുപോയി ബ്രെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്രെഡ് കമ്പനിയിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞു.
ഞാൻ ഈ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രാവിലെ ഞങ്ങൾ കൊണ്ട് ബ്രെഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതിൻ്റെ ബ്രെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഞാൻ. എൻ്റെ ജോലിയാണ് എല്ലായിടത്തും ഇത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ, നിങ്ങളുടെ ഈ കോമ്പൗണ്ടിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ വണ്ടി കേടുപാട് സംഭവിച്ചു. വണ്ടിക്ക് ഇനി റിപ്പയർ ചെയ്യാൻ ധാരാളം ടൈം ഞങ്ങളുടെ മുമ്പിൽ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്തുള്ളത്, ഞങ്ങളുടെ ബ്രെഡിനകത്ത് കൊണ്ടുവന്ന ബ്രെഡിന് നിശ്ചിത സമയമേ ഉള്ളൂ എക്സ്പയറി. അത് ഇത്ര സമയത്തിനുള്ളിൽ അത് കടകളിൽ കൊണ്ട് കൊടുക്കുകയും അതിൻ്റെ സമയത്തിനുള്ളിൽ അത് കൺസ്യൂം ചെയ്യുകയും ചെയ്യണം, അല്ലെങ്കിൽ ആ ബ്രെഡുകൾ മുഴുവൻ ചീത്തയായി പോകും. ഇനി എന്തായാലും ഞങ്ങളുടെ വണ്ടി റിക്കവർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ധാരാളം സമയം ഇനി അതിന് മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ഈ വസ്തുത ഞങ്ങളുടെ കമ്പനിയെ അറിയിച്ചിരുന്നു. ഞങ്ങളുടെ ഈ ബ്രെഡിൻ്റെ ഉടമസ്ഥരെ, അതിൻ്റെ കമ്പനിയെ, അതിൻ്റെ മാനേജറിനെ ഈ വിവരം അറിയിച്ചു. മാനേജർ എനിക്ക് തന്നത് നിർദ്ദേശം ഇതാണ്: ഇതെന്തായാലും ഇനിയും പട്ടണത്തിൽ ആർക്കും കൊണ്ട് ഇത് കൊടുക്കാനായിട്ട് കഴിയത്തില്ല, തിരിച്ചത് നിങ്ങൾക്ക് നമ്മുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരാനും കഴിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ നഷ്ടം സാരമില്ല എന്ന് വെക്കാം. അവിടെ ആർക്കെങ്കിലും ഈ ബ്രെഡ് ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ആ ബ്രെഡ് കേടാകാതെ ആർക്കെങ്കിലും ഡിസ്പോസ് ചെയ്യുക, ആർക്കെങ്കിലും അത് കൊടുത്തേക്ക് എന്ന് ഈ ഡ്രൈവറിനോട് തൻ്റെ കമ്പനിയിൽ നിന്ന് തൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എങ്ങും അങ്ങനെയുള്ള ഒരു ഇടം കാണാഞ്ഞതുകൊണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ബ്രെഡ് വേണമെങ്കിൽ ഇന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കളുടെ ആ നല്ല മനസ്സിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞപ്പോൾ തന്നെ, അന്ന് അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ബ്രെഡ് ദൈവം അവർക്ക് ഒരുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടായിരിക്കണം? നന്ദി വേണം. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു നന്ദിയും ഒരു അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു നിലയിലും കടപ്പാടുള്ളവരല്ല. മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്, ഞാനത് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സാധാരണ പറയാറുണ്ട്, പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്നൊരു മലയാളത്തിലൊരു പദമുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധി നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്ര പേരുണ്ട്, ദൈവമേ എനിക്ക് തന്ന നന്മയ്ക്കായിട്ട് ഞാൻ എന്നാൽ ഇനിയും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഒരു വിടുതൽ തരാനായിട്ട് നമ്മൾ ഉപവസിച്ചു, എന്നാൽ വിടുതൽ തന്നു കഴിഞ്ഞിട്ട് തന്നതിനായിട്ട് ഞാനൊന്ന് ഉപവസിക്കാമെന്ന് നമ്മൾ പലപ്പോഴും എത്ര പേര് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? അപേക്ഷിക്കണം, ഡെഫിനറ്റ്ലി. കൂടെ സ്തോത്രത്തോടു കൂടി എന്ത് ചെയ്യണം? അത് അറിയിക്കുക വേണ്ടത്, സ്തോത്രത്തോടു കൂടി അറിയിക്കണം, വിത്ത് താങ്ക്സ് ഗിവിങ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വി ഹാവ് ടു പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് എന്ത് ചെയ്യണം? അറിയിക്കണം. ദൈവത്തോട് അറിയിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ദൈവത്തോടാണ് നാം നമ്മുടെ പ്രാർത്ഥന കഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, അപേക്ഷിക്കണം, നിലവിളിക്കണം, കണ്ണുനീരൊഴുക്കണം. നമുക്കറിയാമല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ബർത്തിമായി ഒരിക്കൽ യേശു പുരുഷാരത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് ബർത്തിമായി നിലവിളിച്ച് പ്രാർത്ഥിച്ചെന്താണ്? ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശുവിന് വേണമെങ്കിൽ അവനെ ഇഗ്നോർ ചെയ്യാം. കാരണം പുരുഷാരം ഇങ്ങനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആരോ എവിടുന്നോ വിളിച്ചു. ഉടനെ അവിടെ തിരിഞ്ഞു പോകാനുള്ള സാവകാശമില്ല. കാരണം ഹീസ് ബീൻ എന്താ പറയുന്നത്, പുരുഷാരത്തിൻ്റെ ആ വലിയ ക്രൗഡ് തന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരാൾ പലരെ വിളിക്കുന്നുണ്ട്, പലരും യേശുവിനെ വിളിക്കുന്നുണ്ട്. ഹി കനോട്ട് ബോദർ എവരി വൺസ് പ്ലീഡ്. കാരണം ചിലർ ചുമ്മാ യേശുവിനെ തൊടാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം, യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി വിളിക്കുന്നവരായിരിക്കാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ വിളിക്കുന്നുണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ ആവശ്യബോധത്തോടെ നിലവിളിയോട് ഒരുവൻ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ആ ആവശ്യബോധത്തോടെ നിലവിളിച്ച നിലവിളിയുടെ മുമ്പിൽ യേശുവിന് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞില്ല. He cannot move further because there was a desperate call for him. തന്നെ വളരെ ആവശ്യബോധത്തോട് വിളിച്ച ഒരുവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ യേശുവിന്
കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയത്തില്ല. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൊഴിക്കുന്ന കണ്ണുനീരൊരിക്കലും ദൈവത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിലവിളിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും ദൈവം ഞാൻ കേട്ടില്ലെന്ന് ദൈവത്തിന് പറയാൻ കഴിയത്തില്ല. ഹി സോ കമ്പാഷനേറ്റ് ആൻഡ് സോ പാഷനേറ്റ് ഗോഡ്. അവൻ വളരെ ആർദ്രതയുള്ള എംപതിയുള്ള ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് അവൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നിലവിളി അവൻ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഓർക്കും, എത്ര നിലവിളിച്ചിട്ടും ദൈവം തരുന്നില്ലല്ലോ, ദൈവം അപേക്ഷിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഡോണ്ട് വറി, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. സോ പ്രാർത്ഥിക്കുന്ന വ്യക്തി അപേക്ഷയോടെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിചാരപ്പെടാതിരിക്കാനുള്ള മനുഷ്യൻ്റെ ഒന്നാമത്തെ കാര്യം, he need to pray or he or she need to pray. അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നുകൂടി ഞാൻ ഓർപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, എ പേഴ്സൺ whom can be a person of a secured mind rather than a worried mind, he has to ഒന്നാമത്തെ കാര്യം പറഞ്ഞ വേണേൽ അതിനെ ഇങ്ങനെ എഴുതാം, എ പേഴ്സൺ ഹാവിങ് എ റൈറ്റ് പ്രയർ, ശരിയായ പ്രാർത്ഥന. ദ പ്രയർ വിത്ത് സപ്ലിക്കേഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് മേക്കിംഗ് നോൺ ടു ഗോഡ്. സോ ദാറ്റ് ഈസ് എ ഫോർമുല ഓഫ് റൈറ്റ് പ്രയർ. So a person whom should be a person of a secured mind, he should have a right prayer. ഒന്ന്, ശരിയായ പ്രാർത്ഥന. രണ്ട്, അവിടെ കാണുന്നത് അടുത്ത വാക്യം, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം കാണുന്നത്, the second thing that a person should need for having a secure mind is right thinking, ശരിയായ ചിന്ത. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. പ്രൈസ്, അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. തിങ്ക്. അപ്പോൾ നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, വിചാരപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാത്തത് വ്യക്തിക്കും എന്തുണ്ട്? വ്യാകുലതയുണ്ട്. ഇനിയും ശരിയായ നിലയിൽ ചിന്തിക്കാതിരുന്നാലും വ്യാകുലപ്പെടും. എ പേഴ്സൺ who is not able to think rightfully would carry some kind of weariness. Praise the Lord. നമ്മുടെ മനസ്സ് പലപ്പോഴുമാണ് നമ്മുടെ പല വെറിനെസ്സിൻ്റെയും കാരണം, അല്ലേ? നമുക്കൊരു ചെറിയൊരു ഇവിടെ ഒരു കുരു പോലെ എന്തെങ്കിലും ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ അൺക്യൂറബിളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളത് ഒരു വലിയ അസുഖം നമ്മെ ബാധിച്ചെന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ മനസ്സ് വേണേൽ അതിനെ അങ്ങ് ഒരു ക്യാൻസർ പോലെയുള്ള, അല്ലെങ്കിൽ ഒരിക്കലും ഭേദമാകാത്ത ഒരു രോഗമാക്കി വേണമെങ്കിൽ, ഒരു ചെറിയ ഒരു മുഖക്കുരു വരുന്നതിനെ വേണം നമുക്കതിനെ എന്ത് ചെയ്യാം? ചിന്തിച്ച് കൊണ്ടുവരാം, അല്ലേ? ഒരു ചെറിയ ഒരു പനി വന്നാൽ നമ്മൾ ചിലപ്പോൾ അത് വലിയൊരു ഡിസാസ്ട്രസ്, ഒരു ഡേഞ്ചറസ് ഇൽനെസ് വന്നെന്ന് വേണമെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അതങ്ങനെ ആയി മാറും. അപ്പോൾ ശരിയായ ചിന്ത പലപ്പോഴും എന്തിനാവശ്യമാണ്? ടു ഗെറ്റ് റിഡ് ഓഫ് ദി ആങ്ഷ്യസ് മൈൻഡ്. നല്ല ചിന്ത പലപ്പോഴും വേണം. പലപ്പോഴും നമ്മുടെ മനസ്സുകൾ എന്ന് പറയുന്നത് എല്ലാം എക്സാജറേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും ചെറിയ കാര്യവും വലുതാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്കറിയാം, ഇന്നിപ്പം ഉദാഹരണത്തിന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ചർച്ചിൽ നമ്മുടെ ആരാധന നടന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ പറയും ഭയങ്കര ആളായിരുന്നു, 250 പേരുണ്ടായിരുന്നു. 250 പേര്. നമ്മൾ ഷൈൻ ബ്രദറിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് എത്ര പ്ലേറ്റ് അവിടെ നിന്ന് എണ്ണിയെന്നുള്ളത് പുള്ളിക്കാരനറിയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഗമയ്ക്ക് അങ്ങ് പറയും ഭയങ്കര ആളായിരുന്നു, 250 പേരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വാസ്തവമായ കൃത്യമായൊരു കണക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, അല്ലേ? ഇന്നൊരു കൺവെൻഷൻ എത്ര പേരുണ്ടായിരുന്നു? ഭയങ്കര ആളായിരുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. എവിടെ ആയിരക്കണക്കിന്? 1000 ഒന്നും വന്നിട്ടില്ല. അതിനകത്ത് കൃത്യമായൊരു നമ്പർ ഉണ്ട്.
എന്നാൽ നമ്മൾ പറയുമ്പോൾ അതങ്ങ് ഭയങ്കര എക്സാജറേറ്റ് ചെയ്താണ് പറയുന്നത്. ചിലപ്പോൾ ചിലർ പറയും, പാസ്റ്ററെ പലരും ഇങ്ങനെയാ പറയുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കും, ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞതെന്നൊന്നുമില്ല, ഒരാളെ പറഞ്ഞുള്ളായിരിക്കും. പക്ഷെ വരുന്ന റെസ്പോൺസ് എന്താ? പലരും അതങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഒരാളായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ആ ഒരാൾ പറഞ്ഞതിനെ പറയുന്ന ആൾ പ്രസൻറ്റ് ചെയ്യുന്ന ആൾ എല്ലാവരുടെയും അഭിപ്രായം അതാണെന്നാണ് പറയുന്നത്. അല്ല. പ്രൈസ് ദി ലോർഡ്. സോ ദ മൈൻഡ് ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ എൻ എക്സാജറേഷൻ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്, എ പേഴ്സൺ ഹൂ ഷുഡ് നീഡ് എ സെക്യൂർ മൈൻഡ് ഷുഡ് ഹാവ് എ റൈറ്റ് തിങ്കിങ്. ആ റൈറ്റ് തിങ്കിങ്ങിന്, അല്ലെങ്കിൽ എന്താണൊക്കെ ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എ പേഴ്സൺ ഷുഡ് ഹാവ് എ റൈറ്റ് തിങ്കിങ് ഇൻ ദ ഏരിയ ഓഫ് ട്രൂത്ത്. അല്ലേ? അതല്ലേ പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ സത്യമായത്. പ്രൈസ് ദി ലോർഡ്. ഫൈനലി ബ്രദർ, വാട്ട് എവർ ഈസ് ട്രൂ. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മൾ ഈ കേൾക്കുന്ന എല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് മേ കം വിത്ത് എ ബയാസ്, ഇറ്റ് മേ കം വിത്ത് എ മോട്ടീവ്, ഇറ്റ് മേ കം വിത്ത് എ സർട്ടൺ പ്രീ ഒക്കുപ്പൈഡ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഈ പ്രീ ഒക്കുപ്പൈഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അയ്യോ ശരിയാണോ അങ്ങനെയാണല്ലേ എന്ന് പോകരുത്. സത്യമായതേ ചിന്തിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം, പാസ്റ്റർ വുഡ് ബി എ പേഴ്സൺ ഹൂ വിൽ ബി ഇൻഫോംഡ് മൾട്ടിപ്പിൾ ഡൈവേഴ്സ് വ്യൂസ് ഓഫ് പീപ്പിൾ. ഒരു സാധനം തന്നെ പല 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 ആംഗിളിൽ കൂടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പാസ്റ്റർ എന്ന നിലയിൽ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ ക്യാരിഡ് അവേ ആയി പോയാൽ തീർന്നു പരിപാടി. സോ ദർ ഷുഡ് ബി എ മൈൻഡ് ഓഫ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കേൾക്കുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ അങ്ങ് വ്യാകുലപ്പെടും, അയ്യോ അങ്ങനെയാണോ. അല്ല, സത്യമായതൊന്നുണ്ട്. ദർ ഈസ് എ ട്രൂത്ത്. സോ സത്യമായത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. സത്യമല്ലാത്തതിനെ അതേപടി അങ്ങ് നിരാകരിക്കാനും കഴിയണം. സത്യമായത് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. സത്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞാൻ സത്യമായതാ ചിന്തിച്ചത് കൊണ്ട് എനിക്ക് പ്രശ്നത്തിൽ വീണു ആരുമില്ല. സത്യമല്ലാത്തത് പലപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വ്യാകുലപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് വാട്ട് എവർ ഈസ് ഹോണറബിൾ. മലയാളത്തിൽ പറയുന്നത് ഘനമായത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഒട്ടും ഉള്ളി പൊളിച്ചോളൊരു കാര്യമേ ഉള്ളൂ, പക്ഷേങ്കിൽ അതങ്ങ് പർവ്വതീകരിച്ച് അതിനെ അങ്ങ് മൗണ്ടനസ് ആക്കി നമ്മളങ്ങ് ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു നന്നായി ദൈവം ചിന്തിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഇച്ചിരി കഴമ്പുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ഘനമായത് ചിന്തിക്കണം. നമ്മെ ആത്മീയമായി തകർക്കുന്ന പല വിഷയങ്ങൾ കിടക്കുമ്പോൾ ഘനമായത് പലതും ഉള്ളപ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ സാരിയുടെ തുമ്പും അവരിട്ട ചുരിദാറിൻ്റെ കളറും നോക്കിക്കൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഘനമായത് ചിന്തിക്കണം. ഘനമായത് ചിന്തിക്കാതിരിക്കുമ്പോൾ മറ്റു പലതും കാണുമ്പോൾ അതാണ് വലിയ ഘനമായതെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നമ്മുടെ ചിന്ത അങ്ങോട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ പിന്നെ അതിൽ വിചാരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഘനമായത്, വിച്ച് ഇസ് മോർ ഹോണറബിൾ, ഏറ്റവും യോഗ്യമായത്, ഒരു ദൈവവേദന ചിന്തിക്കേണ്ടത് ചിന്തിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഘനമായത്, വാട്ട് ഈസ് വർത്തി ടു ബി തിങ്ക് ഓർ തോട്ട്, നമ്മൾ ഹോണറബിൾ ആയിട്ടുള്ളത്, ഘനമായത്, നിസാരമായതും നമ്മുടെ ആത്മീയതയ്ക്ക് യാതൊരു നിലയിലും ഒരു പ്രയോജനം വരുത്താത്ത ഒരു കാര്യം ചിന്തിച്ച് അതിനെ ഇങ്ങനെ വളരെ വലുതാക്കി ചിന്തിക്കുന്നതിനകത്ത് കാര്യമില്ല. വെൻ വി തിങ്ക് ദാറ്റ് ഷുഡ് ബി ഹോണറബിൾ, അത് ഘനമായതായിരിക്കണം, അത് വളരെ കൃത്യമായതായിരിക്കണം. So you have to think something that is very honorable both for me and to others. മറ്റൊരാൾക്ക് ഇതുകൊണ്ട് ഘനമായത് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണം. ഒരാൾക്ക് ഇതുകൊണ്ടൊരു ആത്മീയ വർധന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് നമ്മൾ ഡെഫിനറ്റ്ലി വി ഷുഡ് ബി ബോതേഡ് അബൌട്ട് ഇറ്റ്. നമ്മളൊരു ആത്മീയ വിഷയം ഇതിനകത്ത് ഉള്ളതാണ്, ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്, ഇത് ഘനമായതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ആത്മീയ വിടുതലുണ്ടാവും. എന്നാൽ ആത്മീയവുമില്ല, യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. സോ വി നീഡ് ടു തിങ്ക് whatever is honorable.
പിന്നെന്താ പറയുന്നത്? നീതിയായത്. വാട്ട് എവർ ഈസ് റൈറ്റ്. എല്ലാ വിഷയത്തിനും രണ്ട് പക്ഷമുണ്ട്. ഈ ട്രൂത്തും റൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രൂത്ത് ഈസ് ഓൺലി വൺ. എന്നാൽ ചില വിഷയത്തിന് രണ്ട് പക്ഷമുണ്ട്. ബട്ട് വി നീഡ് ടു തിങ്ക് വാട്ട് ഈസ് റൈറ്റ്. ചിലപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു മച്ചാൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സുഹൃത്തിൻ്റെ കാര്യമായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ആ സുഹൃത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ വി നീഡ് ടു സ്റ്റാൻഡ് ഫോർ ദി റൈറ്റ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഒത്തിരി നന്നായിട്ട് കരുതുന്ന, എന്നെ ഒത്തിരി കെയർ ചെയ്യുന്ന, എനിക്കൊത്തിരി നന്മകൾ തരുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാളുടെ ഭാഗത്ത് ഇച്ചിരി തെറ്റുണ്ടെങ്കിലും ഞാൻ കണ്ണടയ്ക്കാം എന്ന് പറയുന്നതല്ല. വാട്ട് ഈസ് റൈറ്റ് അത് ചിന്തിക്കണം. അതേ ചിന്തിക്കാവൂ. വാട്ട് ഈസ് റൈറ്റ് ഷുഡ് ബി. അല്ലെങ്കിൽ തെറ്റാണെന്ന് ഉള്ളിൽ അറിയാമെങ്കിലും നമ്മളങ്ങ് മനഃപൂർവ്വം ആ തെറ്റിൻ്റെ കൂടെ നിൽക്കുന്നതല്ല ഒരു ശരിയായ ചിന്ത. നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നീതി, വാട്ട് ഈസ് റൈറ്റ്, അത് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ വ്യാകുലപ്പെടുന്ന മനസ്സുണ്ടാകത്തില്ല. നമ്മൾ ഇത് റൈറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ റോങ്ങിന് വേണ്ടി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ പിന്നെയും ടെൻഷനില്ലാതെ വീഴുന്നത്, പിന്നെയും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു തിങ്ക് വാട്ട് ഈസ് റൈറ്റ്. പിന്നെന്താ ചിന്തിക്കേണ്ടത്? അവിടെ പറയുന്നത് നിർമ്മലമായത്. വാട്ട് ഈസ് പ്യുവർ. പ്രൈസ് ദി ലോർഡ്. ഒരാളെ മലിനപ്പെടുത്തുന്നത് നമുക്ക് ചിന്തിക്കാം. ഒരാൾക്ക് കരിവാരി തേക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ഒരാളെ തെറ്റായ നിലയിൽ ചിത്രീകരിക്കാൻ കഴിയുന്നത് നമുക്ക് ചിന്തിക്കാം. പക്ഷേങ്കിൽ തിങ്ക് വാട്ട് ഈസ് വെരി പ്യുവർ. വാട്ട് ഈസ് നമ്മുടെ ഹൃദയത്തിൽ വളരെ നിഷ്കളങ്കമായി നിർമ്മലമായത് ചിന്തിക്കണം. ഈ ചിലർ പറയുമല്ലോ, ഈ വിക്കട ബുദ്ധി പോലെ ചിന്തിക്കരുത്. വാട്ട് ഈസ് പ്യുവർ. ഞാനിത് ചിന്തിച്ചത് കൊണ്ട് ആ വ്യക്തിക്കൊരു നന്മയാണ് കാണുന്നതെങ്കിൽ അതാണ് നിർമ്മലമായത് ചിന്തിക്കുന്നത്. ഒരു സെക്കൻഡ് തോട്ട് ഒരിക്കലും ഇന്ന വ്യക്തിയെക്കുറിച്ച് ഇന്നതുപോലെയാണെന്ന് ദാറ്റ് തോട്ട് ഈസ് നോട്ട് കമ്മിങ് ഫ്രം അവർ പ്യുവർ ഹാർട്ട്. അത് മറ്റേ ആൾക്ക് ഒരു ദോഷവും ഉണ്ടാക്കാൻ പോകുന്നില്ല, നമുക്കാണ് വ്യാകുലം കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഇംപ്യൂറായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് യാതൊരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. ദോഷം മൊത്തം ഈ ചിന്തിച്ചാക്കേ ഉണ്ടാകത്തുള്ളൂ. കാരണം വി ആർ ബീൻ ഫില്ലിങ് അവർ മൈൻഡ് വിത്ത് ഇംപ്യൂർ തോട്ട്സ് that will create a kind of a worriness again and again. അത് വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ worriness വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. When we think something as pure, ഇത് നിർമ്മലമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ചോ ആരെക്കുറിച്ചോ നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് നിർമ്മലമായിട്ട് ചിന്തിക്കുമ്പോൾ, when we thought with a pure mind, that will give us peace and that will give us a secure mind. Otherwise it will create a worriness again and again. It will create a worriness. അപ്പോൾ നിർമ്മലമായത് ചിന്തിക്കണം. പിന്നെ രമ്യമായത്, ദാറ്റ് മീൻസ് വാട്ട് ഈസ് ലവ്ലി. രമ്യമായത് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് അവസാനം ഒരു പിണക്കത്തിലേക്ക് പോകുന്നത് ചിന്തിക്കാൻ പാടില്ല. പ്രൈസ് ഓഫ്. ഞാൻ പലപ്പോഴും പലർക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ് അതാണ്. നമ്മൾ ചിന്തിച്ച് അതിൻ്റെ പരിണതഫലം അവസാനം ഒരു പിണക്കത്തിലേക്ക് എൻഡപ്പ് ചെയ്യുന്നതാണെങ്കിൽ ചിന്തിക്കാൻ പോകേണ്ടത്. വി ഹാവ് ടു തിങ്ക് സംതിങ് വെരി ലവ്ലി. രമ്യമായതേ ചിന്തിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഈ രമ്യമല്ലാത്തത് ചിന്തിക്കുമ്പോൾ ആളിനോടുള്ള നമ്മുടെ ബന്ധം മോശമാകും. ആളുകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസം വരും. പിന്നീട് ആ ബന്ധം മോശമാകുമ്പോൾ അത് ഇൻഫാക്റ്റ് നമ്മുടെ വറീനെസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുകയോ ഇന്ന ആളുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലായിരുന്നല്ലോ, ഇപ്പം പിന്നീട് നമ്മളെ ബന്ധം വഷളാവുമ്പോൾ നമ്മൾ രമ്യമായത് ചിന്തിക്കാതിരിക്കുമ്പോൾ ഇത് വീണ്ടും 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 അഗ്രിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ വെൻ വി തിങ്ക് വെരി ലവ്ലി, എല്ലാം രമ്യമായത്, സോൾവിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആഡഡ് ഫ്യൂവൽ ഉണ്ടാക്കുന്നതല്ല, എപ്പോഴും ഒരു റെസൊല്യൂഷൻ ഉള്ളത്, സോൾവിങ് ആയിട്ടുള്ളത്, രമ്യമായത്, ലവ്ലി ആയിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ that is in fact bringing us a mind of secure mind. അല്ലെങ്കിൽ എന്താണ്, ഹല്ലേലൂയ, വിചാരപ്പെടാത്ത മനസ്സിൻ്റെ ഉടമയാക്കി നമ്മെ മാറ്റുകയാണ്
ചെയ്യുന്നത്. അപ്പോൾ രമ്യമായത് ഒക്കെയും ചിന്തിക്കണം. പിന്നെ പറയുന്നതാണ് സൽകീർത്തിയായതത്രയൊക്കെയും. സൽകീർത്തി എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഈസ് എനിത്തിങ് വാട്ട് എവർ ഈസ് ഓഫ് ഗുഡ് റെപ്യൂട്ട്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും. എന്നാൽ ആ മോശമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സങ്ങ് കറ പിടിച്ച് കട്ടി പിടിച്ച് അങ്ങ് വല്ലാതെയാകും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ നന്മ എന്തുണ്ടെന്ന് ചിന്തിക്കണം. ആ വ്യക്തിയുടെ ഗുഡ് റെപ്യൂട്ട് എന്തുണ്ടെന്ന് ചിന്തിക്കണം. സൽകീർത്തി ആയതൊക്കെയും ചിന്തിക്കണം. മേ ബി മനുഷ്യർക്കെല്ലാം ഒരു തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കുമുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ആരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാ വ്യക്തികളിലും ഒരു ന്യൂനതയുണ്ട്. നമ്മൾ ആ വ്യക്തിയുടെ ന്യൂനതയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ന്യൂനത നോക്കിയാൽ എനിക്ക് കുഴപ്പം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വ്യക്തിയിൽ ഒരു നന്മ എന്തുണ്ടെന്ന് ഞാൻ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ പ്രിയ സഹോദരൻ ക്രിസ്റ്റി ബ്രദർ ഇരിപ്പുണ്ട്. ഞാൻ ക്രിസ്റ്റി ബ്രദറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വാട്ട് ഈസ് ഗുഡ് ഇൻ ക്രിസ്റ്റി ബ്രദർ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ക്രിസ്റ്റി ബ്രദറിന് ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ട്, ഇതാണ് ആ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ക്രിസ്റ്റി ബ്രദറിന് യാതൊരു കുഴപ്പവും പറ്റുന്നില്ല. ഇത് ചിന്തിക്കുന്ന എനിക്കിങ്ങനെ ശ്വാസമുട്ടലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? സോ വി നീഡ് ടു തിങ്ക് ഓഫ് ഗുഡ് റെപ്യൂട്ട്. സൽകീർത്തിയായത് ചിന്തിക്കണം. ദാറ്റ് ബ്രിങ്സ് അസ് എ ഹാർട്ട് ഓഫ് നോൺ ആങ്ഷ്യസ്നെസ്, അല്ലെങ്കിൽ വിചാരപ്പെടാതിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയായി മാറും. ഏതാ? വെൻ വി തിങ്ക് അബൌട്ട് അതേഴ്സ് റെപ്യൂട്ടേഷൻസ്, അതേഴ്സ് ഗുഡ് റെപ്യൂട്ട്. നല്ലത് സൽകീർത്തിയായതൊക്കെയും ചിന്തിക്കണം. പിന്നെന്താണ് അവസാനം പറയുന്നത്? സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിക്കണം. ഇഫ് ദർ ഈസ് എനി എക്സലൻസ് ആൻഡ് ഇഫ് എനി അതർ ഇസ് വർത്തി ഓഫ് പ്രൈസ്. ഒരു വ്യക്തി ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മോശമായിട്ടൊക്കെ ചെയ്ത് കാണും. എന്നാൽ ആ വ്യക്തിയിൽ നന്മയുണ്ടെങ്കിൽ ഗുഡ്, നന്നായിരിക്കുന്നു, അത് നന്നായി ചെയ്തു, അല്ലെങ്കിൽ നന്നായിട്ടത്. വി ഹാവ് ടു ബ്രിങ് എക്സലൻസ് ആൻഡ് പ്രൈസസ്. മറ്റൊരാളെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സോടെ എന്ത് ചെയ്യണം? യെസ്, ദാറ്റ് ഈസ് റിയലി ഗുഡ്, ദാറ്റ് വാസ് റിയലി നൈസ്. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ലതാണ്. ആൾക്കാർക്ക് നമ്മുടെ മനസ്സിലൊരു തണുപ്പും സന്തോഷവും ഉണ്ടാകും, കേൾക്കുന്ന ആൾക്കും ഒരു ബലം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചിലർ വളരെ കഷ്ടപ്പെട്ട് നന്നായി വൃത്തിക്ക് ചെയ്താൽ ഒരു മനുഷ്യൻ പോലും ഒന്ന് നന്നായിരുന്നു എന്ന് ആരെങ്കിലും ഉണ്ടോ? ഇറ്റ് വാസ് ഗുഡ് എന്ന് പറഞ്ഞാൽ അതിൽ സന്തോഷിക്കാതിരിക്കുന്നത്. നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നാൽ ഭർത്താവ് ഇന്നത്തെ ഫുഡ് നല്ല സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതുപോലെ വി നീഡ് ടു അപ്രീഷിയേറ്റ്. പ്രൈസ് ദി ലോർഡ്. നന്നായിരുന്നു എന്ന് പറയാൻ കഴിയണം. അത് അങ്ങനെ മനസ്സുകൊണ്ട് നന്നായി എന്ന് പ്രൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ഇൻ എ റൈറ്റ് മൈൻഡ്. ഒരാളുടെ ഉള്ളിൽ അവൻ എന്നെക്കാട്ടെ നന്നായിട്ട് പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ എന്നെക്കാട്ടെ നന്നായിട്ട് മിടുക്കിയായി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ ഒരു വാക്കിൽ പോലും എന്ത് ചെയ്യത്തില്ല, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രൈസ്. എന്നാൽ മനസ്സോടെ നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് അതൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നത് ആർക്കേ പറയാൻ പറ്റത്തുള്ളൂ? വിചാരപ്പെടാതിരിക്കുന്ന മനസ്സിനെ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ അസൂയപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുന്ന ആൾക്ക് അങ്ങനെ വായി വരത്തില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്നെക്കാട്ടിലും മികച്ചു പോയി, എന്നെക്കാട്ടിലും നന്നായിട്ട് പോയി, എന്നെക്കാട്ടിലും വളരെ എഫിഷ്യൻ്റായി എന്ന് ചിന്തിക്കും. അപ്പോൾ അതെന്താ പറ്റുന്നത്? എന്നാലും എനിക്ക് പറ്റിയില്ലല്ലോ, എന്നാലും എനിക്കിനി എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നത്, എനിക്കിനി അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ. എന്താ പറ്റുന്നത്? ഇത് വിചാരിച്ച് നമ്മൾ മനസ്സ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അത് നന്നായിരുന്നു ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ നല്ലതായിട്ട് വിചാരപ്പെടുന്ന മനസ്സായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പിന്നീടുണ്ടാകുന്ന ഹണ്ടിങ് ഇതാണ്: എനിക്ക് പറ്റിയില്ല, എന്നെ കൊണ്ട് ഇനി നടക്കുമോ, എന്നെക്കാട്ടിൽ മികച്ചു പോയി, എന്നെക്കാട്ടിൽ ശ്രേഷ്ഠനായി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുണ്ടാകും. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ വിചാരങ്ങളെ അളക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ വിചാരങ്ങളെ നോക്കുന്ന ദൈവമാണ്. സോ എന്താണ്
സൽഗുണമായതും പുകഴ്ചയായതുമൊക്കെയും ഇത്രയും കാര്യങ്ങളാണ് ചിന്തിക്കാൻ പറഞ്ഞിരിക്കുന്ന പൗലോസ്. ഒന്നുകൂടെ പറയാം, സത്യമായത് ചിന്തിക്കണം, ഘനമായത് ചിന്തിക്കണം, നീതിയായത് ചിന്തിക്കണം, നിർമ്മലമായത് ചിന്തിക്കണം, രമ്യമായത് ചിന്തിക്കണം, സൽകീർത്തിയായത് ചിന്തിക്കണം, സൽഗുണമോ പുകഴ്ചയോ ആയത് ചിന്തിക്കണം. We have to think what is true, what is honorable, what is right, what is pure, what is lovely, whatever is of good repute, if there is any excellence and if anything worthy of praise, all these things should be thought. അതായിരിക്കണം ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ചിന്തകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ഹി ഷുഡ് ഹാവ് എ റൈറ്റ് പ്രയർ. രണ്ടാമത്തെ കാര്യം, വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ഹി ഷുഡ് ഹാവ് എ റൈറ്റ് തിങ്കിങ്. മൂന്നാമത്തെ കാര്യം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പോവുകയാണ്. മൂന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. 9-ാമത്തെ കാര്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവേൻ. തേർഡ് തിങ് ഈസ് റൈറ്റ് living. The things you have learned and received and heard and seen in me, practice these things. So right living. അവിടെ പറയുന്നത് പ്രാക്ടീസ് ദീസ് തിങ്സ്. എന്നോട് പഠിച്ചതും ആരാ? പൗലോസാ പറഞ്ഞത്. എന്നോട് ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എന്ത് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോ. ജസ്റ്റ് എന്നോട് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യും നിങ്ങൾ എന്ന് പൗലോസ് അതാ ഉദ്ദേശിച്ചത്. സോ ദർ ഷുഡ് ബി റൈറ്റ് ലിവിങ്. നമ്മൾ ശരിയായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരപ്പെടുന്ന മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. വെൻ യു ആർ ഏബിൾ ടു പ്രാക്ടീസ്, യു ആർ ബിക്കം എ സ്കിൽഫുൾ പേഴ്സൺ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ നമ്മുടെ ദുബായിൽ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ അതിൽ ഒരു ലെക്ചറിനകത്ത് കേട്ടൊരു കാര്യം അതാണ്. അതിനകത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, വെൻ യു വിൽ ബിക്കം എ ഗുഡ് ഡ്രൈവർ. ഒരു ലെക്ചറിൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ്. അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് ആൻസർ ഇതായിരുന്നു, വെൻ യു പ്രാക്ടീസ് എ ലോട്ട് that would be a no point that you become a good driver, but it is mandatory that you regularly you are practicing and increasing your skills. അപ്പോൾ നമ്മൾ ഒരു വിചാരപ്പെടാതിരിക്കുന്ന മനസ്സ്, ഇതൊക്കെ തിയറട്ടിക്കലായിട്ട് നമുക്കറിയാമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. ഏതാ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുന്നതിൻ്റെ ആ വിചാരപ്പെടാതിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് വെൻ വി ലിവ് എ ക്രിസ്ത്യൻ ലൈഫ്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ക്രിസ്ത്യ ജീവിതം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. സോ വി നീഡ് ടു പ്രാക്ടീസ് എ ലോട്ട് ഓഫ് ദിസ് ക്രിസ്ത്യൻ വെർച്യൂസ്. ഈ ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സോ ശരിയായ വിചാരപ്പെടാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് വാട്ട് ഈസ് ഹേർഡ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ കേൾക്കുന്ന വചനങ്ങൾ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ആ മനസ്സുകൾ മാറുന്നത്, വിചാരപ്പെടുന്ന മനസ്സുകൾ മാറുന്നത്, നിരാശപ്പെടുന്ന മനസ്സുകൾ മാറുന്നത്. ഇറ്റ് ഈസ് അൺലെസ് ആൻഡ് അണ്ടിൽ വി ആർ നോട്ട് ഏബിൾ ടു പ്രാക്ടീസ് ഇറ്റ്. വീണ്ടും നമ്മൾ തദൈവ അതേപടി ചങ്കരൻ വീണ്ടും എവിടാ? തെങ്ങെ തന്നെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെൻ വി ആർ ഏബിൾ ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, we become a person with a secure mind, or a person without any anxiousness. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിന്നിട്ടുള്ള ഭക്തന്മാരൊന്നും പ്രശ്നമില്ലാഞ്ഞിട്ടല്ല ഈ ലോകത്തിൽ അവർ ജീവിച്ചത്. അവർ ഈ ലോകത്തിൽ ഓട്ടം പൂർത്തീകരിച്ചത് they were able to live, പ്രാക്ടീസ് ദെയർ ക്രിസ്ത്യൻ ലൈഫ് ഇൻ എ വെരി മീനിങ് ഫുൾ വേ. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ചങ്ങലയ്ക്കും ഹല്ലേലൂയ വാളിൻ്റെ മുന്നിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് അവർ നിന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ഞങ്ങളെ കൊന്ന് എറിഞ്ഞ് തെള്ളിയാലും സാരമില്ല, വി ആർ ബോൾഡ്, വി ആർ വെരി ഗുഡ്, വി ആർ വെരി കറേജിയസ്. കാരണം എന്താണ്? ദേ ആർ പ്രാക്ടീസിങ് ദാറ്റ് ക്രിസ്ത്യൻ വാല്യൂസ്. അതുകൊണ്ട് പ്രശ്നമൊന്നും അവരെ ഏൽക്കുന്നില്ല, പ്രശ്നമൊന്നും അവരെ വിചാരപ്പെടാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ സാത്താൻ കൊണ്ടിരുന്ന വിഷയങ്ങളൊന്നും അവർക്ക് അയ്യോ എന്ന് പറഞ്ഞ് വിചാരപ്പെടുന്നില്ല. ബിക്കോസ് ദേ ആർ എവറി ഡേ ദേ ആർ പ്രാക്ടീസിങ് ദെയർ ക്രിസ്ത്യൻ വെർച്യൂസ് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് ചെയ്യണം? ഹാവ് എ റൈറ്റ് പ്രയർ, ഹാവ് എ റൈറ്റ് തിങ്കിങ്, ഹാവ് എ റൈറ്റ് ലിവിങ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ രാത്രി, ഈ പകൽക്കാലം? കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ കേട്ട വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒരു നന്മയ്ക്ക്, ഒരു വിടുതലിന് കാരണമായി തീരണമേ എന്ന് നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.